അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക് വൈബ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ യമഹ റേ സെഡിൻ്റെ എയർ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ടൂൾ എന്ന് പറയുന്നത് സ്ക്രൂ ഡ്രൈവർ മാത്രം. അപ്പോൾ അത് ഇവിടെ ഒരു നെട്ടുണ്ട്, 1 2 3, ഇവിടെ 4, ഇവിടെ 5, പിന്നെ ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഒരു 6ാമത്തെ. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ ഇടത്തോട്ട് തിരിച്ച് ഇങ്ങനെ അയച്ചെടുക്കണം. അപ്പോൾ അത് ഈ 3 നെട്ടും 1 2 3 4 5 നെട്ടും അയച്ചെടുക്കണം. അപ്പോൾ 5 നെട്ടും അയച്ചെടുക്കുക. നമ്മൾ നെട്ടെല്ലാം അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് എയർ ഫിൽറ്റർ. ഇതിങ്ങനെ ബാക്കോട്ടേക്ക് വലിച്ചാൽ മതി. ഇങ്ങനെ ബാക്കോട്ടേക്ക് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതാണ് എയർ ഫിൽറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിലൂടെ ആയിരിക്കും മറ്റേ പെട്രോളിൻ്റെ വലിച്ചെടുക്കുക എയർ. ഇത് കാർപ്പറേറ്ററിലേക്ക്. ഇത് ഇപ്പോൾ സൗണ്ടൊന്നും മാറിയിട്ടുണ്ടാവും. സ്കൂട്ടീൻ്റെ സ്പോട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ സൗണ്ട് നല്ലോണം മാറും. എയർ ഇൻടേക്ക് നല്ലോണം കൂടുന്നതുകൊണ്ടാണ് സൗണ്ട് മാറുന്നത്. ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഇതാണ് എയർ ഫിൽറ്റർ. പേപ്പർ എയർ ഫിൽറ്ററാണ്. ഇത് നമുക്കൊന്ന്, ഞാനിതിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഇത് ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇരുത്തിമേൽ ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ പൊടി പോകുന്നേക്കളെ. ഇതിൽ ഇത്രത്തോളം പൊടി ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കിട്ടിയ പൊടിയാണ്. പൊടി പറഞ്ഞങ്ങളെ. ഇങ്ങനെ മുട്ടി ഫുള്ള് ക്ലീൻ ആക്കണം. കണ്ടാൽ വിചാരിക്കും ഇതിൽ പൊടിയൊന്നും ഇല്ലാന്ന്, പക്ഷെ ഇത് ഫുള്ള് പൊടിയായിരിക്കും. ഇങ്ങനെ മുട്ടുമ്പോഴാണ് അറിയുക പൊടി ഉണ്ടോ ഇല്ലയോ എന്നല്ല. ഞാനിത് നല്ലോണം മുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ വെക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചാലാണ് ഇത് സീറ്റിംഗ് ആയി നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് നേരത്തെ അയച്ചെടുത്ത പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയിടുന്നത് നല്ലതല്ല, ക്ലീനാക്കി ഇടുന്നത് നല്ലതല്ല. ഇവിടെ എത്തിയിട്ടുണ്ട്, ഡു നോട്ട് ക്ലീൻ എയർ ഫിൽറ്റർ, റീപ്ലേസ് ഇറ്റ് അക്കോർഡിംഗ് ടു മെയിൻ്റനൻസ്. അപ്പോൾ അത് ഞാൻ ഇന്ന് ക്ലീനാക്കി ഇടുന്നതാണ്, നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇത് റീപ്ലേസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്, വേറെ എയർ ഫിൽറ്റർ വാങ്ങി ഇട്ടാൽ മതി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പരിധിയിൽ നിർത്തിയതാണ്. ഇതിങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു ഇതൊക്കെ ഈ ഒരു ഇവിടെ ഒരു സാധനം കണ്ടോ, ഒരു മേലത്തേക്കുള്ള ഇത് മേലോട്ടേക്ക് ആക്കി വേണം ഇടാൻ. ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആയിട്ടൊരു ഇതുണ്ട്, കവർ. അതിൻ്റെ ഉള്ളിൽ എയർ ഫിൽറ്റർ കൊടുക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ഇവിടെ നട്ട് ഇടുക, എന്നിട്ടൊന്ന് ചെറുങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുക. 1 2 3 4 ഫുൾ ടൈറ്റ് ആക്കരുത്, ഒത്ത ടൈറ്റ്. ഇനി നേരെ അടിയിലിടണ്ട. അടിയിലിടുന്നതിന് പകരം ഇവിടെ ഇടുക. ഇവിടെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെയാണ് ഇട്ടത്. ഇത് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്നത് ഫോക്കസ് കാണിച്ചത്. ഈ കാണുന്നത് ഒരിക്കലും നമ്മൾ അയക്കുമ്പോൾ ഒരു കേടുപാട് വരെ വന്നാൽ ഫുൾ വെള്ളവും പൊടിയെല്ലാം അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് അകത്ത് കഴിയും.
പിന്നെ ഇത് കവർ മാറ്റും ഒരു എയർ ഫിൽറ്ററിൻ്റെ. ഇതിങ്ങനെ ഫുൾ ടൈറ്റ് ചെയ്തെടുക്കും. അതായത് നമ്മൾ കവറിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ സാധനം ഞാൻ ഫ്ലാഷ് അടിച്ച് കാണിച്ചു തരാം. ഫ്ലാഷ് നോക്കട്ടെ. ഫ്ലാഷ് അടിച്ചിട്ടുണ്ട് ഈ സാധനം. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഇതൊരിക്കലും അഴിഞ്ഞു പോകാനോ അതിൻ്റെ ഒരു ഹോള് വീണാൽ മതി. പിന്നെ ഫുള്ള് ഇതിൻ്റെ അകത്ത് പൊടിയായിരിക്കും, നിറയും പൊടി. ഇതിൽ കൂടി ആയിരിക്കും പിന്നെ സക്ക് ചെയ്തെടുക്കുക എയർ. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇഗ്നീഷൻ അപ്പോൾ അതെ ഇത് പവർ കൂടിയ പോലെ ഉണ്ടാവും. അത് ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക.